ഹരികുമാർ സർ നമസ്കാരം. നമസ്തേ. CPECയിലൂടെ ചൈന പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുകയാണോ? നമുക്കറിയാം, ഇതിന്റെ പണി തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. പാകിസ്ഥാൻ എല്ലാ വിധത്തിലുള്ള സഹായവും ചൈന പല രീതിയിൽ നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്നത് ചൈനയാണ്. പക്ഷേ ഈ CPECയുടെ പണി ആരംഭിച്ചതിന് ശേഷം കുറേയധികം പണികളാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയും ചൈനയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു തന്ത്രമായിട്ടാണ് ഇത് പലരും വിലയിരുത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് പാകിസ്ഥാനിൽ? പാകിസ്ഥാനിൽ ഇപ്പോൾ കാണുന്ന സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരതയുടെ പിന്നിൽ ചൈനയാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ആരോപണമാണ് ഇപ്പൊ പാകിസ്ഥാനിലെ ചില മുൻ സൈനിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. ഇത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനില് ഇപ്പോ നമുക്കറിയാം ഓരോ പ്രവിശ്യയും ഓരോ സ്വതന്ത്ര രാഷ്ട്രം പോലാണ്. ബലൂചിസ്ഥാൻ ഔദ്യോഗികമായിട്ട് തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതുപോലെ അധിനിവേശ കാശ്മീരിൽ, പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. സിന്ധും പഞ്ചാബും രണ്ട് ശത്രു രാജ്യങ്ങളെ പോലെ പെരുമാറുന്നു. പഴയ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള ഖൈബർ പഖ്തൂൺവ, അവിടെയും പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നിരന്തരം കനത്ത ആക്രമണം നടക്കുന്നു. ഇതൊക്കെ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിലാണ് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ അധപതിച്ചത്. പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയിലെയും അതുപോലെ തന്നെ സൈനിക വിദഗ്ധരും പറയുന്നത് ഇതിന്റെയൊക്കെ തുടക്കം ചൈനയുടെ CPEC, അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന്റെ നിർമ്മാണത്തോട് കൂടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് ചൈന ഏതാണ്ട് $24 ബില്യൺ ചെലവിൽ 92 പ്രോജക്റ്റുകളാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോ ഇതിൽ ഏതാണ്ട് 36 പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. പക്ഷെ പലതും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രാദേശികമായിട്ട് ഇത് വലിയ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഇപ്പോ നമ്മളിത് പറയുമ്പോൾ ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമായിട്ട് ചിലർക്കെങ്കിലും വ്യാഖ്യാനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നത്, അതിനടിസ്ഥാനമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇതിന്റെ ഈ ഒരു ആശയത്തെ സാധൂകരിക്കേണ്ടത്. ഇതിനൊരു കാരണമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് പാകിസ്ഥാനിൽ ഉൽപാദനം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പുതുതായിട്ടൊന്നും പാകിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ചൈനയുടെ താല്പര്യമാണ്. ഇതിനു വേണ്ടി ചൈന എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം, എങ്ങനെയാണ് ഈ പദ്ധതികളിലൂടെ ചൈന പാകിസ്ഥാനെ അട്ടിമറിക്കുന്നത്, ഈ രണ്ട് ചോദ്യങ്ങളും പദ്ധതികളിലൂടെ അട്ടിമറിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. പദ്ധതികളിലൂടെ ചൈന ചെയ്യുന്നത്, ചൈന സമാന്തരമായിട്ട് പാകിസ്ഥാൻ സർക്കാരിന് സമാന്തരമായിട്ട് അവരുടെ ഒരു സ്വാധീന വലയം പാകിസ്ഥാനിൽ സൃഷ്ടിച്ചു. അതായത് ഈ പ്രോജക്റ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ് ചൈനയിൽ പാകിസ്ഥാനിൽ എത്തുന്ന ചൈനീസ് ഉദ്യോഗസ്ഥന്മാരും ചൈനീസ് സൈനിക മേധാവികളും ഈ ബ്യൂറോക്രാറ്റുകളുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കും. എന്നിട്ട് അവർക്ക് കൈക്കൂലി കൊടുക്കും. ഈ കൈക്കൂലി കിട്ടുന്ന ബ്യൂറോക്രാറ്റുകൾ സ്വന്തം രാജ്യത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൈക്കൂലിക്കാരുടെ ഒരു വലിയ ശൃംഖല പാകിസ്ഥാൻ പട്ടാളത്തിലും പാകിസ്ഥാൻ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥരുടെ ഇടയിലും പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരുടെ ഇടയിലും ചൈന സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടുന്ന കൈക്കൂലി മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം. പ്രോജക്റ്റ് നടന്നാലും നടന്നില്ലെങ്കിലും അവർക്കൊന്നുമില്ല. ഈ കിട്ടുന്ന കൈക്കൂലി വലിയ, അതായത് ഒരിക്കലും നിരസിക്കാൻ പറ്റാത്ത വലിയ കൈക്കൂലിയാണ് കൊടുക്കുന്നത്. ഈ കൈക്കൂലി വാങ്ങിച്ചിട്ട് അവർ സ്വന്തം രാഷ്ട്രത്തെ തന്നെ വിൽക്കുക. ഇത് ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ, അതായത് ചൈനയോട് വിധേയത്വമുള്ള ഒരു വലിയ ഗ്രൂപ്പിനെ പാകിസ്ഥാൻ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ട് ചൈന ഈ നിലവിലുള്ള ഭരണകൂട്ടങ്ങളെ എല്ലാം അപ്രസക്തമാക്കും. അതായത് പാകിസ്ഥാന്റെ ദേശീയ താല്പര്യത്തെ ചൈന പൂർണ്ണമായിട്ടും ഈ ഒരു ഗൂഢ പദ്ധതിയിലൂടെ ദേശീയ താല്പര്യത്തിന്റെ മുൻഗണന, ചൈനീസ് സർക്കാരിന്റെ മുൻഗണന, പാകിസ്ഥാൻ സർക്കാർ കൊടുക്കുന്ന മുൻഗണന ഉദ്യോഗസ്ഥന്മാരിൽ ഇല്ലാതാക്കി.
ഇതാണ് അവിടെ അവർ നടത്തിയ ആദ്യത്തെ ഇടപെടൽ. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതായത് ഉൽപാദനം പാകിസ്ഥാനിൽ നടന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അവിടെ മാർക്കറ്റില്ല. പാകിസ്ഥാൻ എന്നത് ഒരു 10-20 കോടി ജനങ്ങളുള്ള ഒരു ജനസംഖ്യയുടെ കാര്യത്തിൽ വലിയൊരു രാജ്യമാണ്. അപ്പോ ഈ 20 കോടി ജനങ്ങളുടെ ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റ് 20-ലധികം ഉണ്ട്. ആ വലിയ മാർക്കറ്റ് അവര് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്നുള്ളതിൽ ചൈനയ്ക്ക് നിർബന്ധമുണ്ട്. ഇന്ത്യ ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് നടത്തുന്നത് പോലെ പാകിസ്ഥാൻ ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ഇല്ല. ഇന്ത്യയുടെ ഒരു പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് പോലെ പാകിസ്ഥാൻ സർക്കാരിനില്ല. അപ്പോ ഇത്തരം നയപരമായ തീരുമാനങ്ങളെ ഒക്കെ തന്നെ ചൈന അട്ടിമറിച്ച കാരണം പാകിസ്ഥാനിൽ ഉൽപാദനം നടക്കുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുന്ന ദുരന്തം, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായിട്ട് ചൈന പാകിസ്ഥാനിൽ മുതൽ മുടക്കിയ വൻ തുകകൾ അത് ചൈനയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് പല രീതിയിൽ. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്വാദർ പോർട്ട് ഒരു തരത്തിലും സാമ്പത്തികമായിട്ട് അത് നിലനിൽക്കാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ പാകിസ്ഥാന് ഈ തുക ചൈനയ്ക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ തുറമുഖം ചൈനയുടെ പൂർണ്ണമായിട്ടുള്ള കൈവശത്തിലാകും. അങ്ങനെയാണ് ഈ കരാറുകളെല്ലാം. അമേരിക്ക പാകിസ്ഥാൻ ഒരുപാട് ഗ്രാന്റ് കൊടുക്കും, അതായത് അത് തിരിച്ചടക്കണ്ട. പക്ഷെ ചൈന അങ്ങനെ ആർക്കും ഗ്രാന്റ് കൊടുക്കില്ല. ചൈന ലോൺ മാത്രമേ കൊടുക്കൂ. ഈ ലോൺ കൊടുക്കുന്ന തുക അത് പലിശ സഹിതം തിരിച്ചു കിട്ടണം. ചൈന ഈ മുഖ്യമായിട്ടും മുതൽ മുടക്കിയിരിക്കുന്നത് ഊർജത്തിന്റെ ഡെലിവറി, അതായത് എനർജി ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങുകള്, റോഡുകള്. ഈ മുഖ്യമായിട്ടും റോഡ് വേണമെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിശാലമായ അടിസ്ഥാനത്തിൽ അതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറാണ്. പക്ഷെ അത് നോക്കുമ്പോൾ റോഡ്, പോർട്ട്, എയർപോർട്ട്, പൈപ്പ് ലൈനുകള്, ഊർജം പോകുന്ന പൈപ്പ് ലൈന്, ഇതിലൊക്കെയാണ് ചൈന മുതൽ മുടക്കിയിരിക്കുന്നത്. ഇത് വയബിൾ ആവണമെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കുകയും സർക്കാരിന് യൂസർ ഫീ കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവിടെ പാകിസ്ഥാനിൽ ഇത് നടക്കുന്ന കാര്യം, സർക്കാരിന് ആരും പൈസ കൊടുക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഈ പദ്ധതികളൊക്കെ തന്നെ അവതാളത്തിലായി. ഈ ആകെ 92 പദ്ധതികൾ വിഭാവനം ചെയ്തതിൽ 36 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഇപ്പൊ അനിശ്ചിതാവസ്ഥയിലാണ്. അടിയന്തരമായിട്ട് പാകിസ്ഥാൻ ആവശ്യമുള്ളത് $20 ബില്യൺ ആണ്. ഈ $20 ബില്യൺ വേണ്ടി പാകിസ്ഥാൻ ലോകമെമ്പാടും പരക്കം പായി. ഒരു ഭാഗത്ത് അവര് പോയിട്ട് ഗൾഫിന് ഇപ്പോ സൗദി അറേബ്യ, തുർക്കി, അതുപോലെ പിന്നെ പാകിസ്ഥാൻ, പിന്നെ ഇനിയിപ്പോ ഈജിപ്ത് ചേരുമെന്ന് പറയുന്നു. ഈ സഖ്യത്തിന്റെ മുഖ്യ ലക്ഷ്യം പാകിസ്ഥാന് സൗദി അറേബ്യ എല്ലാ വർഷവും $10 ബില്യൺ സൗദിയെ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന പാകിസ്ഥാന് കൊടുക്കണം, അതിനുള്ള കൂലിയായിട്ട്. പക്ഷെ സൗദി കൊടുക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇപ്പൊ ഹുതികളുടെ ആക്രമണത്തിനെ തുടർന്ന് പാകിസ്ഥാനിലെ ആ ഒരു തുക, പാകിസ്ഥാൻ സേനയുടെ പ്രയോജനം ഒന്നുമില്ല എന്നുള്ളത് സൗദി അറേബ്യ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് ഒരു ഭാഗത്ത്. ഇനി മറ്റൊരു പ്രശ്നം, പാകിസ്ഥാൻ ഇപ്പോ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഒരു $10 ബില്യൺ കടം വേണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഇത് അമേരിക്ക അംഗീകരിച്ചു കൊടുക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധി സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് പാകിസ്ഥാന് മേലുള്ള നിയന്ത്രണം ഒരു പടിയും കൂടി കൂട്ടും. ഇനി മറ്റൊരു വിഷയം, ചൈനയുടെ ഇപ്പൊ അമേരിക്കയുടെ ആയുധങ്ങളെക്കാൾ ഉപരി പാകിസ്ഥാന്റെ കൈവശമുള്ള ആയുധങ്ങൾ ചൈനീസ് ആയുധങ്ങളാണ് എന്നുള്ള ഒരു നിലയിലേക്ക് എത്തി. അപ്പോ സർവ്വതും ചൈന നിയന്ത്രിക്കുകയാണ്. പാകിസ്ഥാന് 2019 ശേഷം പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ആയുധ ഇടപാടുകളിൽ 80% ചൈനയിൽ നിന്നാണ്. അപ്പൊ ചൈനയുടെ പിടി 100%. അതിൽ മറ്റൊന്നും പാകിസ്ഥാന് ചെയ്യാനില്ല. ചൈന ആകട്ടെ യാതൊരു തരത്തിലുള്ള ഇളവുകളും ഈ കൊടുത്തിരിക്കുന്ന കടത്തിന്റെ കാര്യത്തിൽ അവര് സമ്മതിക്കില്ല. അവര് പിന്നീട് ഒരു നിർദ്ദേശം വെക്കും, ഈ അസറ്റ് അവർക്ക് കൈമാറും. അതായത് നമ്മുടെ നാട്ടിലെ ബ്ലേഡുകാരുടെ കൂട്ടാണ്. അവർക്ക് കൊടുക്കാനുള്ള പണം തിരിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ പണം കൊണ്ട് വാങ്ങിച്ച വസ്തു അവരെടുക്കും. ഇപ്പൊ കാറ് വാങ്ങിക്കാൻ ലോൺ എടുത്തിട്ട്
ലോൺ അടയ്ക്കാനില്ലെങ്കിൽ കാറ് അങ്ങ് പൊക്കിക്കൊണ്ട് പോകും. ബാങ്കുകളൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ചൈന ഇപ്പോൾ അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധിയാണ് രാഷ്ട്രീയമായിട്ട് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായത്. പ്രത്യേകിച്ച് ഈ ഏറ്റവും കൂടുതൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എക്കണോമിക് കോറിഡോറിലെ പ്രോജക്റ്റുകളാണ് ബലൂചിസ്ഥാനിലുള്ളത്. ഈ പ്രോജക്റ്റുകളാണ് യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാന്റെ പ്രാദേശിക സമ്പദ്ഘടനയ്ക്ക് ആഘാതം ഏൽപ്പിച്ചതും അതുപോലെ തന്നെ പിന്നെ അവിടെ തീവ്രവാദം അല്ലെങ്കിൽ അവിടുത്തെ സ്വാതന്ത്ര്യവാദം വളർന്നത്. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യവാദികൾക്ക് വേണ്ടിയിട്ട് ഈ ചൈന അവരുമായിട്ട് നേരിട്ട് ഇടപെടാൻ തുടങ്ങി. ചൈനയുടെ അസറ്റുകൾക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് അവർക്ക് പൈസ കൊടുക്കാനും ചൈന തയ്യാറായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിന് പൈസ കൊടുക്കുന്നതും ചൈന, ആയുധം കൊടുക്കുന്നതും ചൈന, ബലൂചിസ്ഥാൻ നാഷണൽ ഫ്രണ്ട് ലിബറേഷൻ ഫ്രണ്ടിന് പൈസ കൊടുക്കുന്നതും ചൈന. ഇത്തരം ഒരു ഡബിൾ ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന്റെ സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഇത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീലങ്കയിലും ചൈന പ്രയോഗിച്ച തന്ത്രം. ശ്രീലങ്കയിൽ ചൈന ചെയ്തത് പ്രഭാകരനെ കൊല്ലാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തതും ഈ ഒരു വിഷയത്തിൽ പ്രഭാകരന്റെ നീക്കങ്ങൾ ശ്രീലങ്കൻ സൈന്യത്തെ അറിയിച്ചുകൊണ്ടിരുന്നതും ചൈനയാണ്. ഇതിന് പ്രതിഫലമായിട്ടാണ് ശ്രീലങ്കയുടെ റീകൺസ്ട്രക്ഷൻ ചൈനീസ് കമ്പനികൾക്ക് കൊടുക്കുന്നതും ഒടുവിൽ ഹമ്പൻതോട്ട എന്ന തുറമുഖം പൂർണ്ണമായിട്ടും 99 കൊല്ലത്തേക്ക് ചൈനയുടെ കൈവശമായി ഒരു രീതിയിൽ. മറ്റൊരു ഭാഗത്ത് കൊളംബോ പോർട്ടിന്റെ പകുതി ചൈനയുടെ നിയന്ത്രണത്തിലായി. പകുതി ഇത് കണ്ടിട്ട് ഇന്ത്യയും വെറുതെ ഇരിക്കുകയില്ലല്ലോ, പകുതി അദാനിയുടെ കൈവശവുമായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രമുഖ അസറ്റുകൾ മുഴുവൻ ശ്രീലങ്കയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഈ അദാനി നിയന്ത്രിച്ചാലും ചൈന നിയന്ത്രിച്ചാലും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കനത്ത നഷ്ടം തന്നെയാണ്. ഇത് ചൈനയുടെ കയ്യിൽ നിന്നും ഒരിക്കൽ സഹായം സ്വീകരിച്ചതിന്റെ ഒരു ആത്യന്തിക ഫലമാണ്. ഇത് തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും, അതായത് നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ ഇപ്പോൾ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ മുഖ്യ ലക്ഷ്യം ഒരു രാഷ്ട്രത്തിന്റെ ഇന്റലിജൻസ്, ആ രാഷ്ട്രത്തിന്റെ മിലിറ്ററി, അവിടുത്തെ ബ്യൂറോക്രസി, ഈ 3 ഘടകങ്ങളെ പണം കൊടുത്ത് അവരെ അഴിമതിക്കാരാക്കുക. എന്നിട്ട് ഈ അഴിമതിക്കാരായ ഈ ഗ്രൂപ്പിന്, അങ്ങനെ ചൈന അനുകൂല ഗ്രൂപ്പിനെ അവിടെ സൃഷ്ടിച്ചിട്ട് അവരുടെ നിയന്ത്രണത്തോടു കൂടി ചൈനയുടെ താല്പര്യങ്ങൾ ഈ രാജ്യത്തിൽ നടപ്പാക്കുക. ഇനിയും ഇതൊന്നും കൂടാതെ മറ്റൊരു പ്രവൃത്തിയും കൂടി ഇപ്പൊ ചൈന, അത് പാകിസ്ഥാനിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചൈന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അതായത് കംബോഡിയ, തായ്ലൻഡ്, അങ്ങനെ പല രാജ്യങ്ങളിലും ചൈന ചെയ്യുന്നത്, ചൈന ഒരു അധോലോകത്തെ സൃഷ്ടിക്കുന്നു. ചൈനീസ് അധോലോകം ചൈനയോട് കൂറുള്ള ഒരു അധോലോകം. ഈ അധോലോകത്തിന് ചൈനീസ് സൈന്യത്തിന്റെയും ചൈനീസ് നാവികസേനയുടെയും പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ സജീവ പിന്തുണ കിട്ടും. ഈ പിന്തുണയോടുകൂടി അവർക്ക് കള്ളക്കടത്ത്, അതുപോലുള്ള മയക്കുമരുന്ന് കച്ചവടം, ഇതിലൊക്കെ ഏർപ്പെടാം. അപ്പം ഒരു രാജ്യത്തെ ഒരിക്കലും പാശ്ചാത്യ ശക്തികളെ പോലെ പൂർണ്ണമായിട്ട് കീഴടക്കി ആ രാജ്യത്തിന്റെ വിഭവങ്ങൾ നേരിട്ട് കൊള്ളയടിക്കാതെ ആ രാജ്യത്തിലെ അഴിമതിക്കാരുടെയും കള്ളന്മാരുടെയും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിച്ച് അവരെ നിയന്ത്രിച്ചുകൊണ്ട് അവരിലൂടെ ആ രാജ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു ഒരു ഒളിഞ്ഞ തന്ത്രം, ഇൻഡയറക്റ്റ്, നേരിട്ടുള്ളതല്ല, ഒരു ഒളിവിലൂടെയുള്ള ഒരു ആക്രമണമാണ് ചൈന നടത്തുന്നത്. ഇതിൽ ചൈനയ്ക്കുള്ള ഗുണമെന്ന് വെച്ചാൽ ഇവിടെ യുദ്ധമില്ല, ചൈനീസ് പട്ടാളത്തിന് പിന്നെ ജീവൻ നഷ്ടപ്പെടില്ല, ചൈനീസ് ആയുധങ്ങളും ചൈനീസ് സാമ്പത്തിക താല്പര്യങ്ങളും സാമ്പത്തിക ഉൽപ്പന്നങ്ങളും അവർക്ക് വിൽക്കാൻ പറ്റും, ചൈനീസ് ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റ് കീഴടക്കും. അപ്പോ നിങ്ങളുടെ ഭൗതികമായ സ്വാതന്ത്ര്യം അവർ ഏറ്റെടുക്കുന്നില്ല, നിങ്ങളെ അവരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്നില്ല. പകരം നിങ്ങളുടെ സമസ്ത മേഖലകളെയും ചൈന സൂത്രത്തിൽ, അതായത് ഒളിഞ്ഞു നിന്നുകൊണ്ട് ചൈന അതിനെ നിയന്ത്രിക്കുകയും അങ്ങനെ നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ശക്തിയെയും സാമൂഹിക ഘടനയെയും നശിപ്പിച്ച് പൂർണ്ണമായിട്ടും ചൈനയുടെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു തന്ത്രമാണ് ചൈന പാകിസ്ഥാനിൽ പ്രയോഗിക്കുന്നത്. ഇത് ചില ആൾക്കാരെങ്കിലും പാകിസ്ഥാനിൽ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ മറ്റൊരു വിഷയം, ഒരുപക്ഷെ ഇത് പാകിസ്ഥാനിലെ ചില സൈനിക അല്ലെങ്കിൽ മറ്റ് പിന്നെ പ്രതിരോധ വിദഗ്ധർ മാത്രമല്ല,
മറ്റു രീതിയിലുള്ള നയതന്ത്ര വിദഗ്ധരെ കൊണ്ടും ഈ വിഷയമൊക്കെ ഉന്നയിപ്പിക്കുന്നതും അവർക്ക് ഇത്തരം വിഷയങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നതും അമേരിക്കയാകാനും സാധ്യതയുണ്ട്. കാരണം അമേരിക്കയും ചൈനയും പാകിസ്ഥാൻ എന്ന യുദ്ധഭൂമിയിൽ വെച്ച് പരസ്പരം ഒളിയമ്പുകൾ ചെയ്ത് ആക്രമിക്കുകയാണ്. ഇതൊരു പാകിസ്ഥാൻ ഇന്നൊരു ചൈനയുടെയും പിന്നെ അമേരിക്കയുടെയും പരസ്പര അതായത് അവരുടെ സംഘർഷത്തിന്റെ ഒരു വേദിയായിട്ട് പാകിസ്ഥാൻ അധപ്പതിച്ചിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സ്വന്തമായിട്ടൊരു ഒന്നുമില്ല. പാകിസ്ഥാൻ ഒരു ഐഡന്റിറ്റി ഇല്ല. പാകിസ്ഥാന് മറ്റൊരു നിയന്ത്രണമില്ല. പാകിസ്ഥാൻ ഈ രീതിയിൽ ഒരു ഒരു രാഷ്ട്രം എന്നൊരു പേര് മാത്രം, ആ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ബ്യൂറോക്രസിയെയും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെയും അതുപോലെ അവരുടെ സൈനിക നേതൃത്വത്തെയും അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും മുഴുവൻ വിദേശ ശക്തികൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഈ കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒരു വിദഗ്ധൻ മറ്റൊരു ഒരു സൂചന കൂടെ പുറത്തുവിട്ടു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ആദ്യം അണുവായുധം പ്രയോഗിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമാകുമെന്ന്. കാരണം ചൈനീസ് വിദഗ്ധർക്ക് അറിയാം പാകിസ്ഥാന്റെ പരമ്പരാഗത സൈനിക ഇന്റലിജൻസ് സെറ്റപ്പുകൾ രണ്ടും തകർന്നിരിക്കുന്നു. ഇത് രണ്ടും ചൈന തകർത്തു കഴിഞ്ഞു. ചൈനയുടെ നിയന്ത്രണമില്ലാതെ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്തെ നേരിടാൻ ഇങ്ങനെ അഴിമതിയിലും പക്ഷപാതത്വത്തിലും ഒക്കെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സംവിധാനത്തിന്, കാര്യക്ഷമത നഷ്ടപ്പെട്ട ഒരു സംവിധാനത്തിന് കഴിയില്ല. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിൽ പാകിസ്ഥാന്റെ മുന്നിൽ അവശേഷിക്കുന്ന ഏക മാർഗം ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊരു വല്ലാത്ത സങ്കീർണമായ ഒരു സാഹചര്യം പാകിസ്ഥാന്റെ സൈനിക നയതന്ത്ര മേഖലകളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് പാകിസ്ഥാൻ എങ്ങനെ മോചനം നേടും എന്ന് തൽക്കാലത്തേക്ക് യാതൊരു ഉറപ്പുമില്ല, യാതൊരു വഴിയുമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പ്രത്യാഘാതമാണ് പാകിസ്ഥാന്റെ പ്രവിശ്യകൾ സ്വയം സ്വാതന്ത്ര്യം നേടുന്നത്. കാരണം ഈ ന്യൂക്ലിയർ ആയുധം മാത്രമാണ് പാകിസ്ഥാന്റെ കൈവശമുള്ളത്. ന്യൂക്ലിയർ ആയുധം കൊണ്ട് അത് ഒരു രാജ്യത്തിനുള്ളിൽ പ്രയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യക്ക് എത്ര തന്നെ പിന്നെ കാശ്മീർ താഴ്വരയിൽ പ്രതിസന്ധി ഉണ്ടായാലും അവിടെ കൊണ്ടുപോയിട്ട് ഒരു ന്യൂക്ലിയർ ബോംബ് ഇടാൻ പറ്റില്ല. ഇത് പാകിസ്ഥാൻ ഇതിന്റെ ഒരു 10 ഇരട്ടി പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്, ധർമ്മസങ്കടമാണ് അനുഭവിക്കുന്നത്. ബലൂചിസ്ഥാന് നേരെ പരമ്പരാഗതമായിട്ട് ഇനിയിപ്പോ ആക്രമിച്ച് ബലൂചിസ്ഥാനെ കീഴടക്കാനോ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമര നാഷണൽ ലിബറേഷൻ ആർമിയെ ഇല്ലാതാക്കാനോ ഒന്നും പാകിസ്ഥാന് പറ്റില്ല. അപ്പൊ പിന്നെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരം പ്രതിസന്ധികൾ പാകിസ്ഥാനെ വരും ദിവസങ്ങളിൽ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കും എന്നാണ് ചൈനീസ് വിദഗ്ധരും പറയുന്നത്. എന്തായാലും ശരി, ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇതൊരു ഞെട്ടിക്കുന്ന തിരിച്ചറിവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.